ഇത് നമ്മൾ ഇനി നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സോക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട് എടുക്കുവാണ് ഇതിന്റെ. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റീമിംഗ് ആണ്. ഞങ്ങളുടെ പുട്ടുപൊടി അല്ല, സ്റ്റീംഡ് പുട്ടുപൊടിയാണ്. നമ്മൾ കഴുകി കുതിർത്ത് വെച്ച മില്ലറ്റ്സ് നമ്മൾ അത് എടുത്തിട്ട് ഇനി നമ്മൾ ഓരോ ട്രേയിലേക്ക് ആക്കും. ഓരോ ട്രേയിൽ നമ്മൾ ഏകദേശം ഒരു 3 കിലോ വെച്ചിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യും. കാരണം ഈക്വൽ ആയിട്ട് ചൂട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര നേരം സ്റ്റീം ചെയ്യും? നമ്മൾ ഏകദേശം മില്ലറ്റ്സ് ഒരു 40 to 45 മിനിറ്റ്സ്. പുട്ട് ഞങ്ങളുടെ വൺ ഓഫ് ദ ഹോട്ട് സെല്ലറാണ്. പല ആൾക്കാരും പറഞ്ഞു നമ്മുടെ അരിപ്പുട്ട് കഴിച്ചിട്ട് ഇത് കഴിച്ചതിന് ശേഷം അവർ നിർത്തിയിട്ടുണ്ട്. വേറെ മില്ലറ്റ്സിൽ നമുക്ക് സ്റ്റീം ചെയ്ത് ഹാർഡാവും. കാരണം അത് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട്, നമുക്ക് ഫൈബർ റിച്ചും ആയതുകൊണ്ടും അത് ഭയങ്കര ഹാർഡാവും. നമുക്ക് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചൂടോടെ കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ പുട്ട് രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ടേസ്റ്റും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഗ്യാരണ്ടിയാണ് ഞങ്ങൾ. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ സ്റ്റീമർ ഓൺ ചെയ്യും. കാരണം നമുക്ക് സ്റ്റീം വന്നതിന്റെ ശേഷമാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് വെക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഫുൾ ട്രേ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. ഇനി നമ്മളൊരു 45 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്യും. സ്റ്റീമിങ് കഴിഞ്ഞ അടുത്ത പ്രോസസ് എന്താ? സ്റ്റീമിങ് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് കുറച്ച് ചൂടാറാൻ വെക്കണം. ഈ ട്രേയിലേക്ക് നമ്മൾ ഇങ്ങനെ വിതിർത്തിയിടും. ഈ ട്രേസിൽ പിന്നെയാണ് നമ്മൾ പൊടിക്കാൻ പോകുന്നത്. പൾവറൈസറിൽ ഇപ്പൊ ഏത് ടൈപ്പ് പൾവറൈസർ യൂസ് ചെയ്യണം? നമ്മളിപ്പോ ഡബിൾ ഹെഡ് പൾവറൈസർ ഉപയോഗിക്കുന്നത്. ഈ ഹെഡിൽ നമ്മൾ ഇടിയപ്പവും പുട്ടും ചെയ്യും. അപ്പുറത്തെ ഹെഡിൽ നമ്മൾ ഇഡ്ഡലി, ആട്ട, അപ്പം. സ്റ്റീം പുട്ടുപൊടിക്ക് ഡബിൾ സ്റ്റേജ് ഉണ്ടെങ്കിലാണോ കൂടുതൽ പൊടിഞ്ഞ്? അതെ, കാരണം മിക്ക ആൾക്കാരും തരി കൂടുതലാണ് വേണ്ടത്. സോ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഈ ഡബിൾ ഹെഡ് ഡബിൾ സ്റ്റേജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എത്ര HP മോട്ടർ? ഇത് നമ്മൾ 10 HP മോട്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇതിന്റെ ഉള്ളൊന്നും തുറന്ന് കാണിക്കാൻ പറ്റുമോ? പിന്നെന്താ, ഇതിന്റെ അകവും ക്ലീൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, എവറി ഡേ, അതായത് ഞങ്ങൾ എല്ലാ ദിവസം ഞങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അകവും എല്ലാം ഞങ്ങൾ നിർബന്ധമായിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യും. ഒരു പൊടിയും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരു കോംപ്രമൈസ് ഞങ്ങൾ ക്ലീനിങ്ങിലും ഹൈജീനിലും ഞങ്ങൾ കാണിക്കാറ്. ഫുൾ ക്ലീൻ ആയിരിക്കും. ഇതിന്റെ അകത്തൊരു കട്ടിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ മെഷ് ഇട്ടിട്ടാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് വരുന്നത്. ഓരോ സ്റ്റേജ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കും. വൈകുന്നേരത്തേക്കുള്ള പരിപാടിയൊന്നുമല്ലോ, അപ്പൊ ക്ലീൻ ചെയ്ത് മൊത്തം ക്ലീൻ ആയിട്ടിരിക്കും. ഈ 2 ചേച്ചിമാരാണോ നമുക്ക്? ഇപ്പൊ നമ്മുടെ സ്ട്രോങ്, ഞങ്ങളുടെ പില്ലർ എന്ന് പറയാം, ഞങ്ങളുടെ നട്ടിൽ നിന്ന് ഈ 2 ചേച്ചിമാരാണ് ഞങ്ങളുടെ. ഈ 2 പേരുണ്ടെങ്കിൽ ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ സുഖമായിട്ട് ഓടിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് രാവിലെ പറഞ്ഞു കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ സാധനം റെഡി ആയിരിക്കും. ഇത് നമ്മുടെ അപ്പപ്പൊടിയാണ്. സോ ഇതിൽ നമ്മൾ മിക്സിങ് ചെയ്യാണ്. കാരണം നമ്മൾ ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പൊടി ഈസ്റ്റും ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അത് ചെയ്തിട്ട് ഞങ്ങൾ ഇതിലാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കാം. നമുക്ക് മൾട്ടി പർപ്പസ് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമ്മളിപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടി വെക്കുക. സോ ഇതാണ് ഞങ്ങളുടെ സ്റ്റോർ റൂം വരുന്നത്. സ്റ്റോർ റൂംസിന്റെ ഷെൽഫ്സ് ആണ്. ഇങ്ങനെയാണ് ഞങ്ങൾ പാക്ക് ചെയ്തത്. ഇത് നമ്മൾ ഓരോ പ്രൊഡക്റ്റിന് ഓരോ തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആട്ടയ്ക്കാണെങ്കിൽ ഒരെണ്ണം, അപ്പത്തിന് ഒരെണ്ണം, ഇഡ്ഡലിക്ക് ഒരെണ്ണം, പിന്നെ പുട്ടിന് ഒരെണ്ണം. ഇതുപോലെ ഇത് നമ്മുടെ ഇഡ്ഡലിന്റെ പാക്കറ്റാണ്. നമ്മുടെ പുട്ടിന്റെ ആണ്. ഓക്കെ. ഇതാണ് ഞങ്ങളുടെ അപ്പത്തിന്റെ പാക്കറ്റ് വരുന്നത്. ഇത് പാക്കറ്റ് അട്രാക്റ്റീവ് ആയിരുന്നു, ഞങ്ങൾ നിർബന്ധം വരുന്നു. ഇത് ഞങ്ങളുടെ, അതുകൊണ്ടാണ് ഇങ്ങനെ കളേഴ്സ് ഞാൻ ഉപയോഗിച്ചത്. ഇത് എന്ത് ടൈപ്പ് കവറാണ്? ഇത് സ്റ്റാൻഡപ്പ് പൗച്ചസ് എന്ന് പറയും. ഇത് ഞങ്ങളുടെ കാലി പാക്കറ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ വരുന്നുണ്ട്. 3 layers ആണ് വരുന്നത്. അതിനൊപ്പം ഞങ്ങൾ സിപ്പ് ലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കസ്റ്റമേഴ്സിനാണെങ്കിൽ എളുപ്പത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ മുറിച്ചാൽ മതി. നമ്മള് സിപ്പിന് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ മാത്രം മതി. ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്ട്സ് വരുന്നത്. പുട്ടുപൊടിയുണ്ട്, ഇടിയപ്പം, അപ്പം, ഇഡ്ഡലി, ആട്ട. ഓരോന്നും ഓരോരോ ഫ്ലേവർ കളർ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആട്ട, അപ്പം, ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, പുട്ടു. ഈ അപ്പമൊക്കെ ഞങ്ങളാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന മാർക്കറ്റ്. ഇതുവരെ മില്ലറ്റ്സിന്റെ വെള്ളയപ്പം ഇല്ല. അതുപോലെ മൾട്ടി മില്ലറ്റ് ഇടിയപ്പവും ഞങ്ങളാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇഡ്ഡലി, ദോശ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു മാലിന്യം, അതായത് സിട്രിക് ആസിഡ്, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, അങ്ങനത്തെ ഒരു റൈസിങ് ഏജൻസ് ഒന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല. വെറും ഉഴുന്നും ഉലുവ മില്ലറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞങ്ങളുടെ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും എളുപ്പമാണ്. റെഡി ടു കുക്കാണ് നമ്മുടെ. അതായത് ഒരു ഗ്ലാസ് പൊടി എടുത്തു കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളം ഇടാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പിടാം. എന്നിട്ട് 1 മിനിറ്റ് മിക്സിയിൽ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്യണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കട്ട ഒത്തും. അപ്പൊ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതേ ചെയ്യുള്ളൂ. നിങ്ങൾ ഇത്ര പണിയുള്ളൂ ചെയ്യാൻ. എന്നിട്ട് നീ മാറ്റി വെക്കുക 10 മണിക്കൂർ. അതായത് നമ്മുടെ ഓവർനൈറ്റ് അരച്ചു വെച്ച 10 മണിക്കൂർ നമ്മൾ തലേ ദിവസം നമുക്ക് അരച്ചു വെക്കില്ല. അതുപോലെ വെറുതെ മാറ്റി കലക്കി വെച്ചാൽ മാത്രം മതി. ഇതിപ്പോ ഒരു 1000 സ്ക്വയർ ഫീറ്റ് കഷ്ടിച്ചുള്ളൂ. 1000 കൂടി ഇല്ലേ, 800 സ്ക്വയർ ഫീറ്റ്. പക്ഷെ ആ സ്ക്വയർ ഫീറ്റ് 800 ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും തോന്നില്ല ഒരു ചെറിയൊരു യൂണിറ്റ് ആണ്. ഞങ്ങൾ എപ്പോഴും വിഷൻ ഞങ്ങളുടെ ബിഗ്ഗാ. ഞങ്ങളുടെ ഹാപ്പി, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് കുറെ ഞങ്ങളുടെ റിപ്പീറ്റ് ഉണ്ട്. സാറാസിനെ പറ്റി എന്താ തോന്നിയിട്ടുള്ളത്? ഞങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു മിഷനറി ഉപയോഗിച്ചിട്ട് എന്താ?
സാറാസ് ശരിക്കും വളരെ ഒരു നല്ലൊരു കമ്പനിയാണ്. ബിക്കോസ് എനിക്ക് പേഴ്സണലായിട്ടും എനിക്ക് നല്ലപോലെ ഒരു ബന്ധം പുലർത്താൻ പറ്റിയിട്ടുണ്ട്. മാധവൻ സാറായിട്ടായിരുന്നു ഞാൻ ഇനിഷ്യലി ഞാൻ സംസാരിച്ചത് 2 വർഷം മുന്നേ. അപ്പം അന്ന് ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ ഒരു കസിൻ വഴി അറിഞ്ഞാണ്, അവരെടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ വന്ന് അറിഞ്ഞതിനെ പറ്റി. കൂടുതൽ അവരെ പറ്റി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ നല്ലൊരു മോൾഡഡ് ആയിട്ടാണ് വന്നത്. എനിക്ക് എൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് അവരുടെ ഇത്. ഞാൻ കമ്പനി ഞാൻ പിന്നെ പറയാം. ഫസ്റ്റ് ഞാൻ ബിക്കോസ് അവരെ പറ്റി അറിയണമല്ലോ. അവരുടെ അപ്പച്ചൻ അവരെ നല്ലപോലെ മോൾഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ഫീൽഡിൽ അവരാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എല്ലാം ഈ ഒരു പ്രായത്തിൽ ഇപ്പം എൻ്റെ പ്രായമാണ് ആൻറ്റി സാർ പറഞ്ഞത്, പുള്ളി 26-27 വയസ്സ്, എനിക്കും ആ പ്രായം. ബട്ട് ആ ഒരു നേർച്ചറിങ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പഠിപ്പിച്ച് കൊടുത്തിരിക്കുന്ന അറിവ് കൊടുത്തിരിക്കുന്നത് അത് ഹാറ്റ്സ് ഓഫ് ടു ഈ മാത്തപ്പൻ സാർ. A to Z ഇവർക്ക് ഇവരുടെ പ്രൊഡക്റ്റിനെ പറ്റി ഇവരെ പറ്റി അറിയാം. അതായിരുന്നു എനിക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ മെഷീൻസ് വരെ പറയാം, മെഷീൻസ് ഇതുവരെ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് വന്നിട്ടില്ല. സർവീസിങ് ആണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആന്റണി സാറായിട്ട് കൂടുതൽ ഒന്ന് വിളിച്ചാൽ മതി, പുള്ളീൻ്റെ പേഴ്സണൽ നമ്പർ ഒന്ന് വിളിച്ചാൽ മതി, സാർ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ ഒരു പരിധി അപ്പം തന്നെ ഒന്നില്ലെങ്കിൽ അന്ന് തന്നെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അത് മുടക്കി അതിനുവേണ്ടി എനിക്ക് പ്രൊഡക്ഷൻ മുടങ്ങാനോ അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് ഇതുവരെ സാറാസ് വന്നിട്ടില്ല. ശരിക്കും നന്ദി പറയേണ്ട സാറിനാണ്, മാത്തപ്പൻ സാറിനാണ്. പുള്ളീനെ ഇങ്ങനെ നേർച്ചർ എൻ്റെ ആൺമക്കൾ കൊണ്ടുവന്ന് ഹാറ്റ്സ് ഓഫ് ടു സാർ. സ്റ്റീമിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റീമറിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ അത് ആറ്റാൻ വേണ്ടി വെക്കാൻ പോണ്. സ്റ്റീം ചെയ്തിരിക്കുമ്പോഴേ ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മുടെ ട്രേയിൽ. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പത്തിന് കിട്ടുകയും ചെയ്യും, ചൂടും ഉണ്ടാവില്ല. അപ്പം അത്ര സമയം പിടിച്ചു വെക്കേണ്ട ഒരു ഇത് ആവശ്യം വരില്ല. ഇപ്പം നമ്മൾ ഈ ഫുൾ സ്റ്റീം ആയിരിക്കുന്നതുകൊണ്ട് ഈ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഗ്രെയിൻസ്. ഈ ഫുൾ സ്റ്റീമിൻ്റെ വേറൊരു പ്രത്യേകത അതാണ്. ഇത് നമുക്ക് വെറുതെ വായിലിട്ടാലും ആ ടേസ്റ്റ് നമുക്ക് ഉണ്ടാവും. മൊത്തം 12 ട്രെയിൻ നമ്മൾ ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഏകദേശം ഒരു 50 കിലോ നമ്മൾ ഒരു ബാച്ചിൽ ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ പൊടിക്കാൻ വേണ്ടി പൾവറൈസ് ഇടാമ്പോൾ പൊടിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ പ്രോസസ്സിങ് വരുന്നതാണ് റോസ്റ്റിംഗ്. ഇത് നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ സമയം എടുക്കും നമുക്ക് റോസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി. ഇത് ഞങ്ങൾ പൊതുവേ 50 കിലോ ആണ് നമ്മൾ റോ മെറ്റീരിയൽസ്. അപ്പൊ അത് പൊടിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 40-45 കിലോ ഞങ്ങൾ ഇടും. എത്ര നേരം കൊണ്ട് 45 കിലോ ആവാറ്? അത് ഒരു 1-1.5 മണിക്കൂർ. ഈ മെഷീനിൽ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ടി വരാറുണ്ട്? ഇല്ല, അങ്ങനെ കൈവച്ച് ഇളക്കി കൊടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ എപ്പോഴും ഈ എന്താ പറയുക ഈ ഹാൻഡിൽ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളായിട്ട് മാനുവലി ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് അങ്ങോട്ട് ബാക്ക്വേർഡ് ഫോർവേഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമുക്കിവിടെ ബട്ടൺ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് ആണ്. അത് ഇപ്പൊ നമ്മൾ ഫോർവേഡാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു ഏകദേശം ഒരു 5-10 മിനിറ്റ് ശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ റിവേഴ്സ് ഓർഡർ കൊടുക്കും. അപ്പൊ മിക്സിംഗ് പ്രോപ്പർ ആയിട്ട് മിക്സിംഗ് ആയിക്കോളും. എപ്പോഴും അടി പിടിച്ചു പോയിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. കറണ്ട് പോകുമ്പോൾ ഈ മെഷീൻ എങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത്? കറണ്ട് പോകുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. പിന്നെ അതിനുശേഷം അതാവുമ്പോൾ നോർമൽ, അല്ലാണ്ട് അടി പിടിക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. റോസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൂളിംഗ്. റോസ്റ്റിംഗ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൂൾ ചെയ്യും. കൂൾ ചെയ്തിട്ട് നമ്മൾ പൊതുവെ ഓവർനൈറ്റ് കൂളിംഗ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ പാക്കിംഗ് ചെയ്യും. ഷിഫ്റ്റിംഗ് നമ്മൾ നാളെ ചെയ്യണേ. കാരണം നമ്മുടെ ആ കൂളിംഗ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റിന്. കൂൾ ചെയ്യുമ്പോഴാണ് ആ തരികളൊക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് അത് പ്രൊഡക്റ്റിന് ക്വാളിറ്റി നമുക്ക് നന്നാക്കി വെക്കാൻ പറ്റത്തുള്ളൂ. പാക്കിംഗ് മാനുവലാ, നമുക്ക് ഓട്ടോമേറ്റഡ് അല്ല. അതിനുശേഷം നമ്മൾ ബാൻഡ് സീലറിൽ നമ്മൾ സീൽ ചെയ്യും. ഇത് എന്റെ കോ ഫൗണ്ടറും കൂടെയാണ്, ലിസി ജോസ്. എന്റെ അമ്മയാണ്. ഞങ്ങൾ രണ്ടുമാണ്. എൻ്റെ പേര് ലിസി ജോസ് എന്നാണ്. ജോസഫിൻ്റെ അമ്മ, ഞാനും മോനും കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സ്റ്റാർട്ടപ്പാണ്. അവന് വലിയ ആഗ്രഹമായിരുന്നു. കാര്യം അവൾ പഠിച്ച എഞ്ചിനീയറാണ്. ബട്ട് അവനൊരു ഓൺട്രപ്രണർ ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇതിനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. മാഡം ഇതിൽ റെസിപ്പി കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യലുണ്ടോ? ആക്ച്വലി നമ്മുടെ ഓൺ റെസിപ്പീസും ഫോർമേഷൻസ് ആണിത്. ഇതുവരെ അങ്ങനെ വന്നിട്ടുള്ളത്. എസ്എബിയിൽ ഒരു 1.5 കൊല്ലം ഞങ്ങൾ ഇതിന്റെ പുറയിലായിരുന്നു. പ്രൊഡക്റ്റും നമ്മുടെ മെഷീൻസ് എല്ലാം കണ്ടു. ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റട്ടെ. ഇനി അടുത്ത ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ.